വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ മൊണിക്ക ചിക്കൻ ആണ്. ഒരു കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ചെറുനാരങ്ങയുടെ ജ്യൂസ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചതും, 1 കോഴിമുട്ട, കുറച്ച് വേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചു വരുമ്പോൾ ചിക്കൻ പീസുകൾ ഇട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ മറിച്ചിടാം. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. കോൺഫ്ലോർ ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ പീസുകളും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് മൊരിയുമ്പോൾ മറിച്ചിടാം. ഇപ്പോൾ 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഒന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് വേപ്പില, ഇതെല്ലാം ചേർത്ത് നമുക്ക് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇഞ്ചിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ, ഇഞ്ചി ഒന്ന് കളർ മാറുന്നത് വരെ. ഇനി അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കനാണിത്. അതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിക്കാം. ഇത് പുളിയുള്ള തൈരായതുകൊണ്ടാണ് 1/4 കപ്പ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിടാം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. തൈരെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടണം. അപ്പോഴേ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളുത്തുള്ളി ഇടാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. നമ്മൾ തൈരിലൊക്കെ ഇട്ട് വേവിക്കുന്നതുകൊണ്ട് വളരെ സോഫ്റ്റുമാണ്. ഇപ്പം എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മൊണിക്ക ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.